വനിതാ ദിനത്തിൽ മഹാസംഗമവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടർന്ന് ആശാപ്രവർത്തകർ. വിവിധ വനിതാ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമരപന്തലിൽ എത്തുന്നുണ്ട്. സമരം ശക്തമായി തുടരുമ്പോഴും ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. ആശമാരോട് സർക്കാർ അനുഭാവപൂർണമായ സമീപനമാണെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. സർക്കാരിന് പിടിവാശിയില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നയം കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. അത് ആശമാരോട് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ്. അതിൽ ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ സമീപനങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്, ഇനി സ്വീകരിക്കുകയും ചെയ്യും. ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ 2 തവണ, അതായത് ഒരു ഓഫീസേഴ്സ് തലത്തിൽ, ഹയർ ഓഫീസേഴ്സ് തലത്തിലും ഞാനും ചർച്ച നടത്തി. ഇതിലൊന്നും ഒരു പിടിവാശിയും സർക്കാരിനില്ലല്ലോ, ഒരു പിടിവാശിയില്ല. ആശമാര് യഥാർത്ഥത്തിലുള്ള ആശമാർ, അങ്ങനെയാണ് ഞാൻ പറയുക. യഥാർത്ഥത്തിലുള്ള ആശമാർക്ക് അവരോട് ഞാൻ ഇടപെടുന്നതും സർക്കാർ ഇടപെടുന്നതും അവരെന്നോട് ഇടപെടുന്നതും ഒക്കെ അവർക്ക് അറിയാം. ആ ചർച്ചയിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയായിരുന്നു. അതേസമയം ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യമെന്ന് സിപിഐ നേതാവ് ആനി രാജ. പോരാട്ടങ്ങൾക്ക് വിജയാശംസകൾ. വനിതാ ദിനത്തിൽ സർക്കാർ ചർച്ച നടത്തി പരിഹരിക്കുമെന്ന് കരുതുന്നുവെന്നും ആനി രാജ പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം അത് ഈ കേരളത്തിലെ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഇപ്പോൾ ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഒക്കെ തന്നെ അവരെ ന്യായമായ കൂലി ചോദിച്ചുകൊണ്ട് അവർക്ക് തൊഴിലാളി എന്നുള്ള അംഗീകാരം ലഭിക്കുന്നതിനുള്ള സമരത്തിലാണ്. ആ സമരത്തോട് ദേശീയ മഹിളാ ഫെഡറേഷൻ ഐക്യപ്പെടുകയാണ്. അവരോടൊപ്പം സമരങ്ങളിൽ പങ്കെടുക്കുന്ന സംഘടനയാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ. കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന സമരത്തോട് ഞങ്ങൾ ഐക്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഇന്ന് വനിതാ ദിനം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒരു ജനപക്ഷ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇന്ന് അവരുമായി ചർച്ച നടത്തുകയും ആ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടാവുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ അത്തരമൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡാൻ കുര്യൻ സമരപ്പന്തലിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. 28ാം ദിവസത്തിലേക്ക് സമരം കടക്കുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? ഈ സമരത്തിന്റെ ജയദേവിക സംസാരിക്കുന്ന സമരപ്പന്തലിൽ തത്സമയം കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻ, എങ്ങനെയാണ് ഈ സമരത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത്? കൂടുതൽ പിന്തുണകൾ എത്തുന്നു സമരപ്പന്തലിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? വനിതാ ദിനത്തിൽ വിവിധ വനിതാ സംഘടന പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ അനിശ്ചിതകാല സമരം 27ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഇതിലേക്ക് തന്നെ തിരികെ എത്താം. ജയദേവിക സംസാരിക്കുകയാണ് അതിന്റെ പ്രതികരണത്തിലേക്ക്. പോലെയുള്ള അനേകം സ്ത്രീ തൊഴിലാളികൾ അഹോരാത്രം പണിയെടുക്കുന്നത് കൊണ്ടാണ് എന്നവർ ചൂണ്ടിക്കാണിച്ചു. അവർ അവസാനിപ്പിച്ച ആ ഗാനം പണ്ട് കാലത്ത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വടക്കേ ഇന്ത്യയിൽ സർവകലാശാലകളിൽ സമരങ്ങളിൽ പാടിയിരുന്ന ഒരു ഗാനമാണ്. ആ ഗാനമെങ്കിലും തങ്ങളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് സർക്കാരിനെ ഓർമ്മിപ്പിക്കട്ടെ എന്നായിരിക്കാം അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നന്ദി. ഡാൻ, തുടരാം. അന്ന് ജയദേവിക ഉൾപ്പെടെയുള്ളവർ, അതായത് വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ, ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ രംഗത്തെത്തിയിരുന്നു. അവർ നേരിട്ട് എത്താൻ കഴിയുന്നവർ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ള എഴുത്തുകാർ, അതോടൊപ്പം തന്നെ എഴുത്തുകാരി റോസ്മേരി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് സമൂഹത്തിന്റെ നാനാ തലങ്ങളിലുള്ളവർ, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ചുറ്റാണ്ടിരിക്കുന്നവർ, രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ, അവർക്കൊക്കെ കൃത്യമായി, അതായത് അവർക്കൊക്കെ ഈ സമരസമിതി ഇന്ന് ഈ മഹാസംഗമത്തിലേക്ക് സ്വാഗതം നേരത്തെ തന്നെ നൽകിക്കൊണ്ട് സന്ദേശങ്ങൾ കൈമാറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. സമാനമായ തരത്തിൽ പുറത്തേക്ക് UNAയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ മാർച്ച് ഈ സമരവേദിയിലേക്ക് അല്പസമയത്തിനകം എത്തും. ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ പ്രധാന വേദിയിലേക്ക്, അതായത് ഈ കന്റോൺമെന്റ് ഗേറ്റിന് അടുത്തുള്ള സമര കവാടത്തിലേക്ക് ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരത്തിന്, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്.